ടാരറ്റ് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ തലക്കെട്ട് ഇതാണ്: ജോലിയോ ബിസിനസ്സോ, ഞാൻ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ്. അതിൽ നമുക്ക് ആദ്യമായി കിട്ടിയിരിക്കുന്ന കാർഡ് കിങ് ഓഫ് കപ്സ് എന്ന ജലതത്വത്തെ കുറിക്കുന്ന ഒരു കാർഡാണ്. ഇത് കംപ്ലീഷനെ കുറിക്കുന്ന ഒരു കാർഡാണ്. അതായത് ഹൃദയവും ബുദ്ധിയും മാനസിക തുലനം ഇത് രണ്ടും നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾക്ക് ജോലി തിരഞ്ഞെടുക്കുമ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ്, മാനസിക തുലനവും പ്രധാനമാണ്. ബിസിനസ്സിലെത്തിയാൽ നിങ്ങൾക്കായിരിക്കും വലിയൊരു മാനേജ്മെൻറ്റിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കേണ്ടി വരിക. സാഹചര്യങ്ങളെ സമാധാനത്തോടെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അതായത് ആളുകളെ കൈകാര്യം ചെയ്യേണ്ട രംഗത്തേക്ക് നിങ്ങൾക്ക് പ്രകൃതിദത്തമായ ഒരു കഴിവ് പ്രകൃതി തന്നെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. സേവന ഓറിയൻറ്റഡ്, കസ്റ്റമർ സേവിങ്സ് ആയ വ്യവസായങ്ങൾ, കൗൺസിലിംഗ്, ഹീലിംഗ് എന്നിവയിൽ മികച്ച പെർഫോമൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഈ കാർഡിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. അടുത്തതായി നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന ഭൂമി തത്വത്തെയും ആരോഗ്യത്തെയും ഭൗതികതയൊക്കെ കുറിക്കുന്ന ഒരു കാർഡാണ്. അപ്പോൾ ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളുണ്ട് എന്നാണ്. ബിസിനസ് തുടങ്ങുമ്പോൾ ആരംഭത്തിൽ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകാനിടയുണ്ട്. നിങ്ങൾക്ക് സ്ഥിരതയുള്ളൊരു വരുമാന മാർഗം ഇപ്പോൾ വേണ്ടതാണോ എന്ന് ചിന്തിക്കുക. താൽക്കാലികമായ ഒരു ജോലിയിലേക്കോ പാർട്ട് ടൈം വരുമാനത്തിലേക്കോ ശ്രദ്ധിച്ച ശേഷം ബിസിനസ് വികസിപ്പിക്കാൻ സാധിക്കും എന്നാണ് ഈ കാർഡിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്തതായി നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് കിങ് ഓഫ് സോൾസ് എന്ന എയർ എലമെൻറ്റിൻ്റെ തന്നെ കാർഡാണ്. ഇതും ഒരു കംപ്ലീഷനെ കുറിക്കുന്ന കാർഡാണ്. അതായത് തുടക്കത്തിലെ കിങ്ങിൽ നിന്നും ഒടുക്കത്തിലെ കിങ്ങിലേക്ക് എത്തി നിൽക്കുന്നു. അപ്പോൾ ഇതിൽ കാണാൻ കഴിയുന്നത്, ഈ ചിത്രത്തിലൂടെ കാണാൻ കഴിയുന്നത് തന്ത്രപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക. അതായത് ബിസിനസ്സോ ജോലിയോ എന്ന് പെട്ടെന്ന് തീരുമാനമെടുക്കാതെ മുഴുവൻ വിവരങ്ങളും ശേഖരിച്ച് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. തന്ത്രപരമായ ചിന്തകൾ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ബിസിനസ് വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നാണ് ഈ കാർഡിലൂടെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത്. അതിനുവേണ്ടി ആധികാരികമായ വിജ്ഞാനം, നിയമപരമായ കാര്യങ്ങൾ, ആശയവിനിമയമായ വിദ്യകൾ എന്നിവയിൽ ശ്രദ്ധ ചെലുത്തുക. മുഴുവനായും മാറ്റം നടത്തുന്നതിന് മുൻപ് ഡേറ്റ, പ്ലാനിംഗ്, മാർക്കറ്റിംഗ് എല്ലാം ശരിയായി ക്രമീകരിക്കുക. പ്രധാനമായും ജോലിയേക്കാൾ ബിസിനസ് നിങ്ങളെ കൂടുതൽ തൃപ്തിപ്പെടുത്തുന്ന ഒരു മേഖലയായിരിക്കും. പക്ഷേ നിങ്ങൾ ധനകാര്യ സുരക്ഷ ഉറപ്പാക്കണം. കൃത്യമായ പ്ലാനിംഗ്, ട്രെയിനിങ്, പഠനം, മാർക്കറ്റിംഗ് എന്നിവയിലൂടെ ബിസിനസ് വിജയിപ്പിക്കാൻ കഴിയും എന്നാണ് ഈ കാർഡ് നിങ്ങൾക്ക് നൽകുന്ന സൂചന. പൂർണ്ണമായും ബിസിനസ് ട്രാൻസിഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി തയ്യാറാക്കിയ ശേഷം മാത്രം നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ 3 കാർഡുകളും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ബിസിനസ്സിൽ താല്പര്യം ഉള്ളവർക്ക് അതിലേക്ക് ഇറങ്ങാം എന്നാണ് യൂണിവേഴ്സ് ഈ 3 കാർഡിലൂടെയും സൂചന നൽകുന്നത്. പക്ഷേ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തുടക്കത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങളെ നോക്കി വരാം. അതിൽ തളരാതെ പിടിച്ചു നിന്ന് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ തീർച്ചയായും ബിസിനസ്സിൽ വിജയം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും എന്നാണ് ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ബിസിനസ്സിൽ ചെയ്യാനുള്ള പാഠവും നിങ്ങൾക്കുണ്ടെന്ന് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു റീഡിങ്ങിലൂടെ കാണുന്നതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. ഇനി അടുത്തൊരു റീഡിങ്ങിലൂടെ നമുക്ക് കാണാം. അതുവരെ ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.